അയ്യോ, അവള് തൂങ്ങാൻ കെട്ടിയതാ, തൂങ്ങിയില്ലല്ലോ. ആ വാഷ്റൂമിൽ നോക്കിയോ? തൂങ്ങാൻ പറ്റാതെ ഞരമ്പെങ്ങാനും. എന്തായി? അവിടെ ഒന്നും ആരുമില്ല. മുറ്റത്തോ പറമ്പിലോ മരത്തിലെങ്ങാനും കെട്ടിത്തൂങ്ങി നിൽപ്പുണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് വരാം. എന്തൊരു വയ്യാവേരിയാ ഇത്. സൂയിസൈഡ് ടെൻഡൻസി ഉള്ള മരണത്തിന് ഇവിടെ താമസിപ്പിക്കരുതെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. കാർത്തിയേട്ടാ, അത് അവൾ എഴുതിയ കത്താണോ? എന്താ അതിൽ എഴുതിയേക്കുന്ന വായിച്ചേ? ഇങ്ങനെ എല്ലാവരോടും കൂടി ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണെന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. ഞാൻ കാർത്തിയെ ഒത്തിരി സ്നേഹിച്ചു. പക്ഷേ ഇടയ്ക്ക് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്തായാലും കാർത്തിക്കും മീനാക്ഷിക്കും ഒരു ഭാരമാകാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. പോവുകയെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവുകയാണ്. മരണം കൊണ്ടും ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവുന്നില്ല. വല്ല റെയിൽവേ പാളത്തിലോ കായലിലോ എന്റെ ശവം കണ്ടേക്കാം എന്ന് എല്ലാവർക്കും അന്യായ മൈഥിലി. എവിടെയെങ്കിലും പോയി തൊലയിട്ട്. ഒരു മനുഷ്യജീവിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോ തന്നെ വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? വാളെടുത്തവൻ വാളാലേന്ന് കേട്ടിട്ടില്ലേ? ഇത് അങ്ങനെ തന്നെയാ. പറമ്പിലും മരങ്ങളിലൊന്നും ഇല്ല, കിണറ്റിലും ഇല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? അവള് കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. മോനെ, അവളെ കാണാതായ വിവരം നീ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കേ. ആ, അത് വേണം. അവൾ എവിടെയെങ്കിലും പോയി ഒടുങ്ങും. അവസാനം അതെല്ലാം കൂടെ നിന്റെ പെടലേക്ക് വരും. നീ വിളിച്ചു പറ. അതിനു മുൻപ് അവളുടെ മൊബൈലിലൊന്ന് വിളിച്ചു നോക്ക്. അത് ശരിയാ. ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാലോ. നീ ഒന്ന് വിളിക്കും. ഇവിടെ കണ്ടുണ്ടല്ലോ. അവളുടെ ഫോൺ ഇവിടെ ഉണ്ട്. അപ്പൊ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ പോയേക്കുന്നെ. ഇനി വല്ല റെയിൽ പാളത്തിൽ നോക്കിയാ മതി. എന്നാ പിന്നെ വൈകിക്കണ്ട, പോലീസിനെ അറിയിക്കും. വിളിക്ക. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ACP കാർത്തിക് സ്പീക്കിംഗ്. ഒരു മിസ്സിംഗ് കേസ് പറയാനുണ്ട്. ഓക്കെ, ശരി. ഒന്നിനു പിറകെ മറ്റൊന്നായി ദുർനിമിത്തങ്ങൾ പിന്നെയും തുടരുകയാണല്ലോ എന്റെ ദൈവമേ. ഇന്ന് കുഞ്ഞിന്റെ ചോറൂണ് നടക്കേണ്ടതല്ലേ? അതിനിപ്പോ എങ്ങനെ നടക്കാനാ? എന്തു വന്നാലും കുഞ്ഞിന്റെ ചോറൂണ് നടത്തിയേ പറ്റൂ. അതെങ്ങനെ നടത്താനമ്മേ? കുഞ്ഞിന്റെ അമ്മ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാതെ എങ്ങനെ ചോറൂണ് നടത്തും?